الإسلامية كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا نور الله. അർഹമ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ മുബാറക്കായ തിങ്കളാഴ്ച രാവ് പാവങ്ങളാകുന്ന ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സദസ്സു കാരണം സ്വർഗത്തിന്റെ പരിശുദ്ധ കവാടങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം റഹ്മാനെ. നരകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മരിച്ചുപോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും പരലോക ജീവിതം നീ സന്തോഷമാക്കണം റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ദീർഘായുസ്സും നിന്റെ ത്വഅത്തിലുള്ള പരിശുദ്ധമായ ജീവിതവും നൽകണം റഹ്മാനെ. അർഹമർ റഹീമായ അല്ലാഹുവേ, ദുആ ചെയ്യണം എന്ന് എത്രയോ ആളുകൾ ഞങ്ങളോടൊക്കെ ദുആ ചെയ്യാനുള്ള വസിയത്ത് നടത്താറുണ്ട്. അവരുടെയും ഞങ്ങളുടെയും നല്ല മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനെ. ഈ സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അവർക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാർ, കാരണവന്മാർ, രക്ഷിതാക്കൾ, അവരോട് സഹായിക്കുന്ന സഹകരിക്കുന്ന സഹോദര സഹോദരിമാർ, അല്ലാഹുവേ, രണ്ട് ലോകത്തും എല്ലാവർക്കും ഖൈർ വിധിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരണീയരായ പാണക്കാട് സയ്യിദ് മുബശ്ശിർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യരായ ശൈഖുന പാത്തൂർ ഉസ്താദ്, ഈ വേദിയെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദരായ ഉലമാക്കൾ, ഈ പ്രദേശത്തുള്ള നല്ലവരാകുന്ന കാരണവന്മാരെ, രക്ഷിതാക്കളെ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെയും സ്നേഹിച്ചുകൊണ്ട് ഈ മുബാറക്കായ മജ്ലിസിലേക്ക് വന്നു ചേർന്നിട്ടുള്ള മാന്യ സഹോദര സഹോദരിമാരെ, ഹസ്രത്ത് ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് ഒരു മഹാനാകുന്ന ആദർശശാലിയാകുന്ന പ്രതിപാദകയാകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ അമരസ്മരണയിൽ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരുടെ ദീനീ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയാണ് ഈ മജ്ലിസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ ടിപ്പു സുൽത്താൻ എന്ന ആ മഹാനാകുന്ന വലിയനെ ഏറെ പരിചയപ്പെടുത്തിയ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് ആ മഹാനാകുന്ന വലിയന്റെ നാമധേയത്തിലാണ് ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞപ്പോ 20 വർഷക്കാലം ആ പദവിയിലിരുന്ന് ഈ ഉമ്മത്തിന് ആത്മീയമായി നയിച്ച സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുല്ലാഹ് അവിടുത്തെ സ്മരണകൾ നിലനിൽക്കുന്ന ഒരു മജ്ലിസ് കൂടിയാണ്. മൂന്ന് മഹാന്മാരാകുന്ന ഔലിയായിൽപ്പെട്ട മൂന്ന് മഹാന്മാര്, ആലിമീങ്ങളെ, സ്വാലിഹീങ്ങളെ
സ്മരിച്ചുകൊണ്ടുള്ള ഒരു മജ്ലിസ് എന്നത് തന്നെ നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ വലിയ കാരണമാണ്. ഒരല്പസമയം ഒരിക്കലും ദീർഘിപ്പിക്കാതെ വളരെ കുറഞ്ഞ പഠനങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നമുക്കൊക്കെ പഠിക്കേണ്ടതുണ്ട്. ആ കുറഞ്ഞ സമയത്തോടെ ഇൽമിന് ശേഷം ആദരണീയരായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഈ മജ്ലിസിൽ പ്രധാനപ്പെട്ട ഒരു ദുആ നടക്കുകയാണ്. അല്ലാഹു ഇജാബത്ത് നൽകുമാറാവട്ടെ. ആ ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് അവസരം ലഭിച്ച ഈ സമയം പരിശുദ്ധ തിങ്കളാഴ്ചയുടെ ബറക്കത്തുള്ള രാവ്, എല്ലാ അർത്ഥത്തിലും ഇജാബത്ത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സഹോദരന്മാരോട് ഒരാമുഖം എന്ന നിലക്ക് ഉണർത്തുന്നത്, പല വിഷയങ്ങളും നാം ചർച്ച ചെയ്യാറുണ്ട്. മതപ്രഭാഷണ വേദികളിൽ വിവിധ വിഷയങ്ങൾ ചർച്ചക്കെടുക്കാറുണ്ട്. പക്ഷെ ആത്മസംസ്കരണം എന്നുള്ളത്, ആത്മാവിനെ ശുചീകരിക്കാനുള്ള, ആത്മാവിനെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു വിഷയം, അത് ചർച്ച ചെയ്യാനുള്ളതല്ല. ഇന്നത്തെ ദിവസം ചർച്ചയല്ല നമുക്ക് വേണ്ടത്. ഞാനൊരല്പസമയം സംസാരിക്കും, പക്ഷേ സംസാരിക്കുന്നത് മുഴുവനും എന്റെ ഹൃദയം ഒന്ന് നന്നായി കിട്ടണം. കേൾക്കുന്നവരും ശ്രദ്ധിക്കുക, ഞാനൊരല്പസമയം കേൾക്കുന്നത് എന്റെ ഹൃദയം ഒന്ന് നന്നായി കിട്ടണം. ഒരല്പസമയം കഴിയുമ്പോഴേക്ക് നമ്മുടെ ഹൃദയങ്ങൾക്കൊക്കെ വലിയ ഒരു മാറ്റമുണ്ടാകും. ഒരു വിഷയാവതരണം നടത്തി, ഒരു പാഠം പഠിച്ച് അങ്ങനെ അത്ര അറിവുണ്ട് ഇത്ര അറിവുണ്ട് എന്ന് വരുത്തി തീർക്കാനൊന്നും ഇന്നത്തെ ഈ സദസ്സ് നമുക്ക് വേണ്ട. കാരണം ഈ ലോകത്തോട് ഇന്നത്തെ ദിവസം വിട പറയേണ്ട ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാവാം. ആരായിരിക്കും ഇന്ന് വിട പറയുക അറിയില്ല. ഒരുപക്ഷെ ഞാൻ ഇന്ന് വിട പറയാൻ സാധ്യതയുണ്ട്. അല്ലാഹു ഏതു സമയത്ത് മരിക്കേണ്ടി വന്നാലും മഹാന്മാർ, മശായിഖുമാർ, സ്വാലിഹീങ്ങൾ, ശംസുൽ ഉലമാഇ റഹിമഹുല്ലാഹ്, മഹാന്മാരൊക്കെ ലോകത്തോട് വിട പറഞ്ഞതുപോലെ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് തരണം റഹ്മാനെ. ആ ഒരു അവസരം ഇന്ന് കിട്ടിയാലും നഷ്ടമല്ല, ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയാലും നഷ്ടമല്ല. ആ ഒരു അവസരം കിട്ടിയാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യമില്ല. ഇനിയുള്ള കാലം കാണാൻ പോകുന്നത് പെട്ടെന്നുള്ള മരണമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പെട്ടെന്ന് മരിക്കും. ഇന്നലെ ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ, അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിച്ചവനാണ് ഞാൻ. അല്ലാഹു ആ ചെറുപ്പക്കാരന് പുറത്തു കൊടുക്കട്ടെ. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു വീട്ടിൽ കയറി ദുആ ചെയ്യുമ്പോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞത്, ആ വീട്ടിലെ ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് ഏതാനും ദിവസങ്ങൾക്ക് മരണപ്പെട്ടു. തങ്ങളും ആ വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാർ പെട്ടെന്ന് മരിക്കും. അല്ലാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കുറെ കാലം ജീവിക്കും എന്നൊന്നും ആരും വിചാരിക്കണം. വളരെ പെട്ടെന്നായിരിക്കും നമ്മുടെയൊക്കെ മരണം. ഇനിയുള്ള കാലം പഴയ കാലത്തെ പോലെ അങ്ങനെ കുറെ കടന്നു മരിക്കും എന്നൊന്നും വിചാരിക്കണ്ട. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കിടക്കാൻ കഴിയും എന്നൊന്നും വിചാരിക്കണ്ട. പെട്ടെന്നാകുമ്പോ യാത്ര. മഹാനാകുന്ന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് റഹിമഹുല്ലാഹ്, ഓർമ്മയില്ലേ ശൈഖുന ലോകത്തോട് വിട പറഞ്ഞത് ഈ അടുത്ത ദിവസമാണ്. 40 ദിവസത്തിലേറെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബോധമില്ലാതെ കിടന്നു. അല്ലേ? ഓർമ്മയില്ലാതെ, ബോധമില്ലാതെ കിടക്കുക. സംസാരിക്കുന്നില്ല, കണ്ണ് തുറക്കുന്നില്ല, അങ്ങനത്തെ ഒരു കിടന്നു. അതേസമയം മഹാനാകുന്ന ശൈഖുനായ സ്ഥിരമായി പരിശോധിക്കുന്ന ഡോക്ടർ, സലാം ഡോക്ടർ വന്നിട്ട് പറയുന്നത്, എല്ലാ ദിവസവും ഉസ്താദിന്റെ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ ഓർമ്മയില്ല, ശബ്ദമില്ല, സംസാരമില്ല, കണ്ണ് തുറക്കുന്നില്ലൊക്കെ ശരി. പക്ഷെ ഞാൻ റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ ആദ്യം നോക്കാറുള്ളത് ഉസ്താദിന്റെ കയ്യിലേക്കാണ്. 40 ദിവസത്തിലേറെ ആ ഒരു മഹാപണ്ഡിതന്റെ കിടത്തത്തെ ഡോക്ടർ പറയുന്നത് തസ്ബീഹ് മാല, കയ്യിൽ പിടിച്ച തസ്ബീഹ് മാല മറിച്ചുകൊണ്ടാണ്.
ഭാര്യയോട്, കുടുംബങ്ങളോട്, നാട്ടുകാരോട്, പരിചയക്കാരോട്, ദുനിയാവിലുള്ള ഒരാളോടും സംസാരിക്കാതെ ഖൽബിൽ ദിക്ർ ചൊല്ലി കയ്യിൽ പിടിച്ച മാല കൊണ്ട്, തസ്ബീഹ് മാല മറിച്ചുകൊണ്ട് 40 ദിവസമൊക്കെ ഒരാൾക്ക് കിടന്നിട്ട് ലോകത്തോട് വിട പറയാൻ കഴിയാന്നൊക്കെ പറഞ്ഞാൽ അത് അല്ലാഹു അവന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന ഒരു പദവിയായി, ഒരു സ്ഥാനമായി കണ്ടാൽ മതി. അതൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് മരിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരു വിഷയാവതരണം എന്നതല്ല ഇന്നത്തെ വസ്തു. ഒരൽപ്പകാര്യം പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട്, ആത്മാവിനെ സംസ്കരിച്ചുകൊണ്ട്, ഇനിയുള്ള നമ്മുടെ സമയങ്ങളൊക്കെ ശരീരത്തെ ശുദ്ധിയാക്കുന്നതിലേറെ ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന സമയങ്ങളാവണം എന്നുള്ള ഒരു വിചാരത്തോടെ ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കണം. അതുകൊണ്ട് മനസ്സ് തുറന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ സംസാരത്തിന് നാവിനല്ല സ്ഥാനമാണ്. ഇന്നത്തെ സംസാരം ചെവിക്കൊണ്ട് കേൾക്കുന്നതല്ല പ്രധാനം. ഇന്ന് എനിക്കും നിങ്ങൾക്കും നാവിനെയും ചെവിയെയും തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് ഹൃദയത്തെ ഒന്ന് തുറന്നു വെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. ഇലാഹാകുന്ന റബ്ബിനെ മുൻനിർത്തി ഞാൻ ഒരു സത്യം ഇവിടെ എല്ലാവരോടും പറയുന്നു. ഈ സദസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെപ്പോലും ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും, നിങ്ങൾ എന്ത് അനൗൺസ് ചെയ്താലും, നിങ്ങൾ എന്നെപ്പറ്റി എന്തൊക്കെ നിങ്ങൾ വാഴ്ത്തി പറഞ്ഞാലും എന്റെ റബ്ബിനറിയാം, ഈ സദസ്സിലുള്ള ഒരു കുട്ടിയെപ്പോലും ഉപദേശിക്കാൻ യോഗ്യത എനിക്കില്ല. ഇന്നത്തെ ഉപദേശം എന്നെ മാത്രമാണ്. ഞാൻ എന്നെ മാത്രമാണ് എന്ന് ഉപദേശിക്കുന്നത്. അല്ലാഹു നല്ല മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഓരോരുത്തരും സ്വന്തം ഹൃദയത്തിൽ ഈ സദസ്സിൽ വെച്ച് സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ച് ഈ ഒരു സംസ്കരണ പാതയിലേക്കൊന്ന് വരണം. അതുകൊണ്ട് ഞാൻ ആമുഖമായി ഈ ഉണർത്തിയ വിഷയം സംസാരത്തിന്റെ അവസാന ഭാഗം വരെ വേണം. മണിക്കൂറുകൾ നീണ്ട ഒരു പ്രഭാഷണത്തിലേക്കൊന്നും ഞാനില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഹൃദയമൊന്ന് ശുദ്ധിയാകാൻ ആവശ്യമായ പരിശുദ്ധമായ വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ നമുക്ക് ഇവിടെ വെച്ച് സ്വീകരിക്കാൻ കഴിയണം. അതിനുള്ള ഒരു ഹൃദയത്തോടെ എല്ലാവരും ഇരിക്കുക. സ്വാഭാവികമായും പ്രായമുള്ളവർ, ക്ഷീണമുള്ളവർ, രോഗമുള്ളവർ, പല തിരക്കുകളുള്ളവർ ഒക്കെ ഈ സദസ്സിലുണ്ടാവും. അതുകൊണ്ട് ഇത് എപ്പോഴാ ഒന്ന് കഴിയുക എന്നൊന്നും ചിന്തിക്കേണ്ടി വരില്ല. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. ബുദ്ധിയോടെ അല്ലാഹു നമുക്ക് നൽകിയ ആ ബുദ്ധി കൊണ്ട് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ നന്നാവാൻ അധികമൊന്നും സംസാരിക്കേണ്ടതില്ല. അധിക പ്രസംഗങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. ആ പ്രസംഗത്തിലൊക്കെ പലപ്പോഴുമുള്ളത് കുറെ ഭൗതിക ലോകത്തെ സുഖിപ്പിക്കലുകളാണ്. ഞാൻ നിങ്ങളെ കുറെ പുകഴ്ത്തി പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല ആളുകളാന്ന് പറയാം. അപ്പൊ നിങ്ങൾക്കത് കേൾക്കാൻ വലിയ സന്തോഷം. നിങ്ങൾ സ്വാഗതം പറയുമ്പോൾ എനിക്ക് വേണ്ടി എന്നെ സുഖിപ്പിച്ച് കുറെ സംസാരിക്കുക. അങ്ങനെ കുറെ ഭൗതിക ലോകത്തുള്ള ചില സുഖിപ്പിക്കലുകൾ മാത്രമാണ് ഇന്ന് നടക്കുന്നത്. കൽബിനകത്തേക്ക് ഉമറെ മരിക്കും എന്ന് പറയാൻ ഒരാളെ ശമ്പളത്തിന് വെച്ച ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമ്മളെന്താ ചെയ്യാ? മുഖത്ത് നോക്കിയിട്ട് കുറെ കാലത്തെ ഒരു ആയുസ്സുണ്ടെന്നാ തോന്നുന്നത്. ഇപ്പൊ ഒന്നും മരിക്കും തോന്നുന്നില്ല. ഇത് പറയുന്ന ആൾക്ക് നമ്മൾ ചായ വാങ്ങിക്കൊടുക്കും. ഒരാളങ്ങ് കയറി വരുമ്പോ പറയാം, ഇത് പറയുന്നവർക്ക് ആ ചായ വാങ്ങിക്കൊടുക്കുന്നത്. ഉമറെ മരിക്കും എന്ന് പറയുന്ന ആൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം റൗളയിൽ ഇന്ന് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മൾ ജീവിക്കാനാണോ പഠിക്കേണ്ടത്? ജീവിക്കാനാണോ പഠിക്കേണ്ടത്? ഞാൻ ഇന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഈ സ്റ്റേജിലേക്ക് നടന്നു വന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. എന്നെ നടക്കാൻ ആരും പഠിപ്പിച്ചതല്ല. എന്നെ നടക്കാൻ ആരും പഠിപ്പിച്ചതല്ല. നിങ്ങളെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു, കാണാൻ എന്നെ ആരും പഠിപ്പിച്ചതല്ല.
ആലോചിക്കണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വസാധാരണയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവന് ഉറങ്ങാൻ ആരും പഠിപ്പിക്കണ്ട, ഉണരാൻ പഠിപ്പിക്കണ്ട, ഒന്നും പഠിപ്പിക്കണ്ട, അതൊക്കെ റെഡിയാണ്. പക്ഷെ മരിക്കാൻ പഠിപ്പിക്കണം. മരിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അവിടെയാണ് ഈ സദസ്സിന്റെയും ഈ സദസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിഷയത്തിന്റെയും പ്രാധാന്യം ബോധ്യമാകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് 3 കാര്യം 1, 2, 3 കാര്യം നമ്പറിട്ട് പറയും. തങ്ങളെ ദുആഓടുകൂടി ഈ സദസ്സ് പിരിയും. മഹാനാകുന്ന ശൈഖുന ആലുവായി അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം സൂഫി ലോകത്തുള്ള ഒരു വലിയ നക്ഷത്രമായിരുന്നു. ശംസുൽ ഉലമാഇ റഹിമഹുല്ലാ വല്ലാതെ ആദരിച്ച വലിയാണ്. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ റഹിമഹുല്ലാ വല്ലാതെ ആദരിച്ച മഹാനാണ് ആലുവായി വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആലുവായി മൂപ്പരിങ്ങ നല്ല പാട്ട് പാടും. ബുദ്ധിക്കൂർമായുള്ളവർക്ക് അല്പവാചകം പോരെ, കാര്യം മനസ്സിലാവാൻ എന്തിനാ പിന്നേറെ. ബുദ്ധിയുള്ളവരോട് അല്പം പറഞ്ഞാൽ മതി. ബുദ്ധിയില്ലാത്തവരല്ല ഈ മനുഷ്യന്മാർ. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും ഇരുന്നു കൊണ്ട് പാത്തൂരിലെ ഈ വഴന്നു കേൾക്കുന്നവരുണ്ട്. ഭൗതിക ലോകത്തെ സംവിധാനങ്ങൾ, ടെക്നോളജി വളർന്നത് അങ്ങനെയാണ്. അല്ലാഹു മനുഷ്യന് നൽകിയ ബുദ്ധി വികസിപ്പിച്ചെടുക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ വഅലിന്റെ സദസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ ഒന്ന് കാണാൻ ഒരു വെളിച്ചത്തിന് വിളക്ക് കത്തിച്ചു വെച്ചിരുന്ന കാലത്തിന് മാറിയിട്ട് ഇന്നൊരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പ്രഭാപൂരിതമാണ്. ആരാണ് ഈ സംവിധാനം കണ്ടെത്തുന്നത്? ഞാൻ പതുക്കെ സംസാരിക്കുന്നത് നിങ്ങൾ നല്ല ശബ്ദത്തോടെ കേൾക്കുന്ന ഈ ഒരു ടെക്നോളജി ആരാണ് ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നത്? ഇതൊക്കെ അല്ലാഹു നമുക്ക് തന്ന ബുദ്ധിയല്ലേ. അതുകൊണ്ട് ബുദ്ധി എന്ന് പറയുന്നതിന് ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയല്ല ഉപയോഗപ്പെടുത്തേണ്ടത്, ദുനിയാവിൽ നിന്ന് പോകാനാണ്. അതാണ് ബുദ്ധിയുള്ള മഹാന്മാർ ചെയ്തത്. അതാണ് ആശിഖീങ്ങൾ ചെയ്തത്. ഈ അടുത്ത കാലത്ത് ലോകത്തോട് വിട പറഞ്ഞ മഹാന്മാരെ വരെ പഠിക്കുമ്പോൾ അവരൊക്കെ അള്ളാഹു അവർക്ക് നൽകിയ ബുദ്ധി കൊണ്ട് ദുനിയാവിൽ നിന്ന് എങ്ങനെയാണ് യാത്രയാകേണ്ടത്, എങ്ങനെയാണ് ഇരിക്കപ്പെടുകയായി. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സദസ്സായതുകൊണ്ട് കൂടുതൽ പറയേണ്ടി വരില്ല. മനസ്സെല്ലാവരും തുറന്നു വെക്കുക. നാം കണ്ണ് തുറന്നു വെക്കുന്നവരാണ്. കാണാൻ പാടില്ലാത്തത് കാണാനുള്ള ഒരു കണ്ണ് നാം തുറന്നു വെക്കുകയാണ്. വേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആവശ്യമില്ലാത്തതിലേക്ക് നോക്കാൻ നമുക്ക് വലിയ താല്പര്യം. പരസ്യ പലകകൾ നാം കാണുക പതിക്കുന്നത് ആളുകൾ നോക്കും എന്നുള്ളത് കൊണ്ടാണ്. ചിത്രം വെച്ചാൽ ആളുകൾ നോക്കണമെന്നില്ല. ആളുകൾക്ക് പാടില്ലാത്തത് നോക്കാൻ താല്പര്യം. ആ കണ്ണ് ഈ സദസ്സിൽ തുറന്നതുകൊണ്ടായില്ല. ഈ സദസ്സിൽ തുറക്കേണ്ടതും മനസ്സ് തന്നെയാ. മനസ്സൊന്ന് തുറന്നു വെച്ച് കണ്ണ് അടച്ചു പിടിച്ച് ആലോചിക്കേണ്ടത് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, ജീവിതത്തിൽ ഒരിക്കൽ പോലും ആലോചിക്കാത്ത ഞാൻ എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സദസ്സിനു മുമ്പിൽ ഈ മുബാറക്കായ തിങ്കളാഴ്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള തിങ്കളാഴ്ചയുടെ മുബാറക്കായ എന്തൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്? എന്റെ മനസ്സിന് സന്തോഷമായി വരുന്നത് എന്തൊക്കെയാ? ഭൗതിക ലോകത്തുള്ള ഒരാളോടൊപ്പമാണെങ്കിൽ അത് എന്റെ മനസ്സിന് വലിയ ആനന്ദമാണ്. ഒരു സിനിമാ ലോകത്തുള്ള ഒരാളെ കൂടെ ഒരു കായികത്തിലെത്താൻ അവനോട് ഭരണരംഗത്തുള്ള ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണെങ്കിൽ അതിൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ആനന്ദതയാണ്.
ഭൗതിക ലോകത്തുള്ള ഒരു രാജാവ്, ഭൗതിക ലോകത്തുള്ള ഒരു ഭരണാധികാരി ഒന്നിച്ച് കൈ പിടിക്കാൻ, ഒന്നിച്ച് ഇരുന്ന് ചായ കുടിക്കാൻ, ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാണാനും സന്തോഷമേ. പക്ഷേ ഇത് സന്തോഷിക്കാനും ഇത് ചിന്തിക്കാനുമുള്ള ഒരു ഹൃദയം തന്ന എന്റെ ഖാലിഖുണ്ട്. മലിക്കുൽ മുലൂക്കാകുന്ന എല്ലാ രാജാക്കന്മാരുടെയും രാജാവ്, ആ ഇലാഹാകുന്ന റബ്ബിനെ കുറിച്ച് എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത, അവൻ എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന കാര്യം ജീവിതത്തിൽ വന്നില്ലെങ്കിൽ എന്താണ് മുഅ്മിനീങ്ങളെ നിങ്ങളെ മുമ്പിൽ ഞാൻ ഈ വഅദ് പറയുന്നതിൽ അർത്ഥമുള്ളത്? ഈ തലയെക്കെട്ട് കെട്ടാനുള്ള ഒരു മുണ്ട് ആർക്കും വാങ്ങിയാൽ കിട്ടൂലേ? ഈ താടി ആർക്കും നീട്ടി വളർത്തിക്കൂടെ? അല്ലാഹു എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന വിചാരമില്ലാതെ ഞാൻ ഈ സംസാരം നടത്തുന്നതിൽ എന്തർത്ഥമുണ്ട്? അല്ലാഹു നോക്കുന്നത് നിങ്ങൾ നോക്കുന്ന ഭാഗത്തേക്കല്ല, നിങ്ങളെന്റെ മുഖത്തേക്കല്ലേ നോക്കുന്നത്, എന്റെ ശരീരത്തിലേക്കല്ലേ, എന്റെ ശബ്ദമല്ലേ, എന്റെ ശൈലിയല്ലേ, എന്റെ വേഷമല്ലേ. പക്ഷെ ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. അല്ലാഹു എന്റെ ഖൽബിലേക്ക് നോക്കുക, ബാക്കിയുള്ളവരൊക്കെ എന്റെ ശരീരത്തിലേക്ക്. ആ റബ്ബ് കൽബിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഞാൻ ചെയ്ത പണി എന്താ അറിയോ? ആ കൽബിന്റെ നേരെ മേലെ പോക്കറ്റ് വെച്ചു, എന്നിട്ട് കുറച്ച് പൈസ അതിലേക്ക് വെച്ചു. എന്നാ പിന്നെ ആളുകൾ നോക്കൽ പോക്കറ്റിലേക്കാണ്. നമ്മുടെ മനസ്സും ഏതുവരെ എത്തും? ഈ പോക്കറ്റ് വരെ എത്തും, അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സും പോകുന്നില്ല. അതല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇത് തിരുത്തണ്ടേ? ഇനി വഅദ് പറഞ്ഞ് നടന്നാൽ മതി, ഇനി വഅദ് സംഘടിപ്പിച്ച് നടന്നാൽ മതി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ശരീരത്തെ നാം കഴുകി ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും കുളിക്കുന്നവരാണ് നമ്മളൊക്കെ. ചില 2, 3, 4 തവണയൊക്കെ കുളിക്കുന്നവരുണ്ടാവും. സോപ്പ് പുരട്ടുന്നവരുണ്ട്, നല്ല വസ്ത്രം ധരിക്കുന്നവരാണ്. പൊതുജനങ്ങളെ മുമ്പിലേക്കട് പോകുന്ന സമയത്തൊക്കെ ശരീരം വൃത്തിയാക്കി അഴകുള്ളതാക്കി ഭംഗിയുള്ളതാക്കിയിട്ടാണ് നമുക്ക് ഇറങ്ങുന്നത്. വീട്ടിലൊന്നിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ആരോ ഒന്ന് ബെല്ലടിച്ചു. കുട്ടികൾ പോയി തുറന്നു നോക്കുമ്പോ എന്നെ കാണാൻ ഒരാൾ വന്നതാണ്. എന്നാ പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് പോകുന്നത് മിനിമം മുഖമൊന്ന് കഴുകിയിട്ടാ പോകുക. കാരണം അദ്ദേഹം നോക്കുന്നത് എന്റെ മുഖത്തേക്കാണ്. എന്റെ റബ്ബാണെങ്കിലോ എപ്പോഴും എന്റെ കൽബിലേക്ക് നോക്കുക. മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, എല്ലാ രാജാക്കന്മാരുടെയും മേലെയുള്ള മലിക്കുൽ മുലൂക്ക് എപ്പോഴും നോക്കുന്നു എന്റെ കൽബിലേക്ക്. അത് കഴുകണം, അത് ശുദ്ധീകരിക്കണം എന്ന ചിന്ത എനിക്കില്ല. രക്ഷപ്പെടുമോ? എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? ഒരു സെക്കൻഡ് മതി രക്ഷപ്പെടുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. മഹാനാകുന്ന സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് യഹൂദിയാകുന്ന ഒരു ഓർത്തുവെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശനിയാഴ്ച ദിവസമാണ്. എല്ലാ ശനിയാഴ്ചയും ജൂതന്മാർക്ക് പുണ്യദിനമാണ്. നസ്വാറാക്കൾക്കോ ഞായറാഴ്ച, മുഅ്മിനീങ്ങൾക്കോ വെള്ളിയാഴ്ചയുമാണ്. അപ്പൊ നമുക്കൊക്കെ ദിവസം മാറിയിട്ടുണ്ട് അല്ലേ? നമുക്കും തന്നെ ഒരു നല്ല കാര്യം നടത്തണമെങ്കിൽ കലണ്ടറിൽ എന്ന ചുവപ്പ് നമ്മൾ നോക്കുക. ബറക്കത്തുള്ള ദിവസവും നമുക്ക് വേണ്ട. മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ് വെള്ളിയാഴ്ച. മുഅ്മിനീങ്ങൾക്ക് ഐഡന്റി കാർഡിൽ മാപ്പിള എന്ന് പറഞ്ഞാൽ പോരാ. കൽബിൽ ഈമാനുണ്ടോ? അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വ ഈദുൽ മുഅ്മിനീൻ. അന്ന് മുഅ്മിനീങ്ങൾക്ക് ഒരു പെരുന്നാളാണ്. ഈമാനുള്ളവർക്ക് വെള്ളിയാഴ്ച അങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷം.
ദോഷങ്ങളൊക്കെ പൊറുക്കുന്ന ദിവസമാണ്. അന്നത്തെ ദിവസത്തെ ദുആവും ആ വെള്ളിയാഴ്ചയിലെ പരിശുദ്ധ സ്വലാത്തും ആ വെള്ളിയാഴ്ചയിലെ നിസ്കാരവും വെള്ളിയാഴ്ചയിലെ ഓരോ അമലും എന്തൊരു സന്തോഷം. അതിട്ട് വന്നു കിട്ടാനുള്ള ആഗ്രഹം അല്ലേ? അതൊക്കെ പോയി. വിഷയം അതല്ല, ഞാൻ അതിലേക്ക് വരല്ല, സൂചിപ്പിച്ചതാണ്. എന്നാൽ ശനിയാഴ്ച ദിവസം ജൂതന്മാർക്ക് പുണ്യ ദിവസമാണ്. യഹൂദിയായ മനുഷ്യന് തൗറാത്ത് വായിക്കുകയാണ് ശനിയാഴ്ച. പക്ഷേ വായനക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തൗറാത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ കണ്ടപ്പോ ജൂതരല്ലേ, മുത്തുനബിയോട് വെറുപ്പല്ലേ, ആ ഭാഗം കീറിയിട്ട് വലിച്ചെറിയുകയാണ്. രണ്ടാമത്തെ ശനിയാഴ്ചയും നോക്കുമ്പോൾ പിന്നെയും മുത്തുനബിയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാ. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വലിച്ചു കീറി എറിയുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ തുടർന്നപ്പോ ഇനി തൗറാത്ത് അവസാനിക്കുക എന്നല്ലാതെ മുത്തുനബിയെ കുറിച്ചുള്ള ഈ വാഴ്ത്തിപ്പറയൽ കഴിയുന്നില്ലല്ലോ. ജൂതനാകുന്ന മനുഷ്യൻ ചിന്തിക്കുകയാ, ആരാണ് ഈ പുകഴ്ത്തി പറയുന്ന വ്യക്തി, ആരാണ്? ആ ആളെ എനിക്കൊന്ന് കാണണമല്ലോ. അന്വേഷണം ആരംഭിക്കുകയാ ജൂത പണ്ഡിതന്മാരോട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ സ്വലാത്ത് റൗളയിലേക്ക് ഈ സമയം എത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മുത്തുനബിയുടെ സാന്നിധ്യം ഈ സദസ്സിലേക്ക് വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ല മനസ്സോടെ ഈ സദസ്സിലേക്ക് മുത്തുനബി വരണം എന്നെങ്കിൽ സ്വലാത്ത് ചൊല്ലണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ വ്യക്തി ആരാണ്, എനിക്കൊന്ന് കാണണം, അറിയണം. ജൂത പണ്ഡിതന്മാരോട് അന്വേഷിച്ചപ്പോ ജൂത പണ്ഡിതന്മാർ, കാപ്പട്യത്തിന്റെ പണ്ഡിതന്മാർ, അവർക്ക് കാര്യം അറിയാമല്ലോ. ഈ മനുഷ്യനെങ്ങാനും മുഹമ്മദ് നബിയെ കണ്ടാൽ ഈ മനുഷ്യൻ ഇസ്ലാമിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ ജൂത പണ്ഡിതന്മാർ പറഞ്ഞു, എടോ നീ മുഹമ്മദിനെ കാണണ്ട, മുഹമ്മദ് നിന്നെയും കാണേണ്ടതില്ല, നീ ഇപ്പോൾ പോകുന്ന പോക്ക് തന്നെ പോയാൽ മതി എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. ആ മനുഷ്യന്റെ മനസ്സിന് സമാധാനം വരുന്നില്ല. അന്വേഷണം തുടരുകയാ. മദീനയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളതെന്ന് അറിഞ്ഞപ്പോ നാട്ടുകാരോട് പറഞ്ഞല്ലോ, ജൂത പണ്ഡിതന്മാരോട് പറഞ്ഞല്ലോ, വീട്ടുകാരോടും കുടുംബക്കാരോടും വിളിച്ചു പറയുകയാ, ഇനി നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടതില്ല, ഞാനിതാ മദീനയെ ലക്ഷ്യമാക്കി പോവുകയാ. ഷാമിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യനാ, ഇന്നത്തെ ഫലസ്തീനാണ്. ഷാമിന്റെ മണ്ണിൽ നിന്ന് നടന്ന് ദിവസങ്ങൾ താണ്ടിയുള്ള യാത്രയാ, മദീനയെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള യാത്രയാണ്. അങ്ങനെ യാത്ര ചെയ്ത് മദീനയിലേക്ക് കടന്നു. മദീനയുടെ അതിർത്തി എത്തിയപ്പോൾ തൗറാത്തിൽ നിന്ന് വായിച്ചറിഞ്ഞ ഒരു ഓർമ്മയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എങ്ങനെയാണ്, അവിടുത്തെ കൺ എങ്ങനെയാണ്, അവിടുത്തെ പുരികം എങ്ങനെയാണ്, അവിടുത്തെ നെറ്റിത്തടം എങ്ങനെയാണ്, അവിടുത്തെ ശരീരത്തിന്റെ അഴകെങ്ങനെയാണ്, വലുപ്പം എങ്ങനെയാണ്, നിറമെങ്ങനെയാണ്, ഇതൊക്കെ തൗറാത്തിൽ നിന്ന് വായിച്ചൊരു ഓർമ്മയുണ്ട്. ഈ ചിന്തയോടെ മാത്രം വരുന്ന ഈ യഹൂദിയാകുന്ന ജൂതനാകുന്ന മനുഷ്യൻ മദീനയുടെ ഹദ്ദിൽ എത്തി നിൽക്കുമ്പോൾ ആദ്യമായി കണ്ടത് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. അപ്പോൾ പോലെ ചുവന്നു നിൽക്കുന്ന സൗന്ദര്യവാനാകുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടതോടുകൂടി ഇത് തന്നെയായിരിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കരുതി ഓടിച്ചെന്ന് മഹാനാകുന്ന സൽമാൻ റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായി. കാരണം ഇങ്ങനെ വിദേശികൾ പലരും വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹോദര, ഞാൻ മുഹമ്മദ് നബിയല്ല, ഞാൻ മുഹമ്മദ് നബിയുടെ ഖാദിമാണ്, അവിടുത്തെ ഒരു അടിമ മാത്രമാണ് ഞാൻ. ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട്
യഹൂദിയാകുന്ന മനുഷ്യൻ ആ സമയത്ത് ചോദിക്കുന്നൊരു ചോദ്യം, എന്നാൽ എവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത്? എനിക്കൊന്ന് കാണാൻ അവസരം നൽകുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു പതറിപ്പോവുകയാ. കാരണം 3 ദിവസം മുമ്പ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. വഫാത്തിന്റെ 3-ാം ദിവസമാണ് ഈ മനുഷ്യൻ കയറി വരുന്നത്. ഇങ്ങനെ ആഗ്രഹിച്ച് വരുന്ന മനുഷ്യനോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറയാൻ പറ്റും? ജീവിച്ചിരിപ്പുണ്ട് എന്ന് കളവ് പറയാൻ പറ്റും? സത്യം പറയാനും കളവ് പറയാനും പ്രയാസപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് വരൂ സുഹൃത്തെ എന്ന് മാത്രമാണ് പറഞ്ഞത്. ആ വിളിയിൽ ആ മനുഷ്യന്റെ വിചാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിലേക്ക്, കൊട്ടാരത്തിലേക്ക്, ലോകത്തിന്റെ നേതാവിന്റെ ആ അധിപന്റെ പരിശുദ്ധമായ ആസ്ഥാനത്തേക്ക് എന്നെ ആനയിക്കുകയായിരിക്കും എന്നാണ് വിചാരിച്ചത്. നേരെ കടന്നു ചെല്ലുന്നു മസ്ജിദുൻ നബവിയിലേക്കാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹ്, ലോകത്ത് അതിലേറെ മധുരമുള്ള മറ്റൊരു സ്ഥലമില്ല. അല്ലാഹുവിന്റെ ഹബീബ് ഇന്ന് കിടക്കുന്ന റൗള, പരിശുദ്ധ മിമ്പർ, അതിന്റെ ഇടയിലുള്ള സ്ഥലം. അല്ലാഹുവേ, അവിടെ ചെന്ന് നിസ്കരിക്കാൻ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സുഫത്തിന്റെ അഹ്ലുകാരിരുന്ന തറയിപ്പോഴും അവിടെയുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിതാബ് ഓതി പഠിച്ച തറ അവിടെയുണ്ട്. ബാബു ജിബ്രീൽ എന്ന പേരിൽ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന വാതിലുണ്ടല്ലോ, ആ വാതിലിലൂടെ അങ്ങ് കടന്നു വന്നാൽ ഒരു ഭാഗത്ത് സുഫത്തിന്റെ അഹ്ലുകാരെ തറയാണ് കാണുന്നത്, ഒരു ഭാഗത്ത് മുത്തുനബി കിടക്കുന്ന ഹുജറയാണ് കാണുന്നത്. അല്ലാഹുവേ, അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ മസ്ജിദുൻ നബവിയിലേക്ക് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മുസ്തഫായ നബി തങ്ങളുടെ വഫാത്തിന്റെ 3-ാം ദിവസം മദീന പള്ളി ജനനിബിഡമാണ്. സ്വഹാബത്ത് കരഞ്ഞിരിക്കുകയാണ്. ദിക്റ് ചെല്ലുന്നവർ, സ്വലാത്ത് ചെല്ലുന്നവർ, ഖുർആൻ ഓതുന്നവർ, സുബ്ഹാനല്ലാഹ് ഇബാദത്തിലായി തന്നെ കഴിഞ്ഞുകൂടുന്നവർ. ഇന്നേ കുറച്ചെങ്കിലും ആളുകൾ വന്നിട്ട് വഫാത്തിന്റെ 3-ാം ദിവസം ഖുർആൻ ഓതണ്ടെന്നൊക്കെ ഇന്നേ പറയാൻ തുടങ്ങിയിട്ടുള്ളൂ. സ്വഹാബത്തിലൊരു കുട്ടി പോലും പറയാത്ത വാക്ക് ഇന്ന് ചിലരൊക്കെ പറയേണ്ടത് മഅദല്ലാഹ്, അല്ലാഹു മുഅ്മിനീങ്ങളെ കാത്തു രക്ഷിക്കട്ടെ. പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആഖിറത്തിൽ രക്ഷപ്പെടില്ല എന്ന് മാത്രം. ഏത് വിദഗ്ധത്തിലും പോയി ഒരു കുഴപ്പമില്ല ദുനിയാവിൽ. ആഖിറത്തിൽ കാഫിറായാലും കുഴപ്പമാണ്, മുശ്രിക്കായാലും കുഴപ്പമാണ്, മുനാഫിക്കായാലും കുഴപ്പമാണ്, മുബത്തദിയായാലും കുഴപ്പമാണ്. 4 നരകത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആഖിറത്തിൽ രക്ഷപ്പെടായിക്കൊന്നും പോയിട്ട് കാര്യമില്ല. അതിന് ഔലിയ, സ്വാലിഹീങ്ങൾ, മശായിഖുമാർ അവരെ വഴിയിൽ സയ്യിദ് ശൈഖ് ജിഫ്രി റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വെള്ളമുണ്ട് എന്ന് പറഞ്ഞു. കോഴിക്കോട് അറിയോ? വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കാലം സയ്യിദ് ശൈഖ് ജിഫ്രി എന്ന ഷെയ്ഖ് ജിഫ്രി എന്നാണ് പഴയ കാലത്ത് പറയാറുള്ളത്. ഷെയ്ഖ് ജിഫ്രി തങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന കോഴിക്കോട് ജനതയ്ക്ക് വേണ്ടി പറഞ്ഞു, കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നല്ല വെള്ളമുള്ളൊരു സ്ഥലമുണ്ട്. ഒരു മഹാനാകുന്ന സയ്യിദ് അവർകൾ അവിടെ വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കുളം കുത്തി കൊടുക്കൽ ഭരണാധികാരിയുടെ ബാധ്യതയല്ലേ? ആരാണ് ഭരിക്കുന്നത്? ടിപ്പു സുൽത്താൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, എന്നാ പിന്നെ അവിടെ ഒരു കുളം കുത്താൻ വേണ്ട പണം ഞാൻ തരാം. അപ്പോഴാ സാമൂതിരി വിക്രമൻ മഹാരാജാവ് പറഞ്ഞത്, എന്നാൽ അതിനുള്ള സ്ഥലം ഞാൻ വിട്ടുതരാം. അതാണ് ഇന്ന് കാണുന്ന മാനാഞ്ചിറ കുളം. മുസ്ലിമും അമുസ്ലിമും മനുഷ്യരും പക്ഷികളും എല്ലാവരും ഇന്ന് കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് ആവശ്യത്തിന് ജലം ശേഖരിക്കുന്നത് മാനാഞ്ചിറ കുളത്തിൽ നിന്ന്. ടിപ്പു സുൽത്താൻ റഹിമഹുല്ലയുടെ കറാമത്തിന്റെ വെള്ളമാണ്. സയ്യിദ് ശൈഖ് ജിഫ്രി തങ്ങളുടെ കറാമത്തിന്റെ വെള്ളമാണ്. സാമൂതിരി വിക്രമൻ മഹാരാജാവിന്റെ മതേതരത്വത്തിന്റെ, സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ പാനജലമാണ്. മഹാന്മാരെ അംഗീകരിച്ചുകൊണ്ട് ഇന്നും ജീവിക്കാൻ കഴിയും. മഹാന്മാരെ വഴി, ആ വഴി അത് അംഗീകരിക്കണം. വഫാത്തിന്റെ 3-ാമത്തെ ദിവസം മദീന പള്ളി ജനനിബിഡമാ.
ദിക്റിലായി, സ്വലാത്തിലായി, തസ്ബീഹിലായി, ഖുർആൻ പാരായണത്തിലായി, ഇബാദത്തിലായി നിറഞ്ഞു നിൽക്കുന്ന സദസ്സിന് മുമ്പിലേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോ കൂടെയുള്ള യഹൂദിയാകുന്ന മനുഷ്യന്റെ വിശ്വാസം എന്താ, വിചാരമെന്താ? ഈ വലിയ ആൾക്കൂട്ടത്തിനിടയില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമെന്നല്ലേ? അതുകൊണ്ട് തന്നെ യഹൂദിയാകുന്ന മനുഷ്യന് ആ സദസ്സിലേക്ക് അങ്ങ് പ്രവേശിക്കുകയാ. അസ്സലാമു അലൈക യാ മുഹമ്മദ്. മുത്തുനബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞിട്ട് കയറുക. ഈ സലാം അങ്ങ് കേട്ടപ്പോഴേക്ക് സദസ്സിലിങ്ങനെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്ന സ്വഹാബികൾ പൊട്ടിക്കരഞ്ഞു പോയി. വിദേശത്തുള്ള സുഹൃത്തിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോനെ ബാപ്പക്ക് തീരെ സുഖല, പെട്ടെന്ന് നീ ഒന്ന് ടിക്കറ്റ് വേഗം കയറിക്കോ. വേഗമാണ് ടിക്കറ്റ് ശരിയാക്കി കയറി. ഇവിടെ എത്തിയപ്പോഴൊക്കെ ബാപ്പ മരിച്ചിട്ടുണ്ട്. ബാപ്പ മരിച്ചവരെ അറിഞ്ഞിട്ടില്ല. സുഖമില്ലാത്ത രോഗിയായ ബാപ്പയെ കാണാൻ വേണ്ടി വരിക. പക്ഷേ വീട്ടിന് മുമ്പിലേക്ക് എത്തുമ്പോൾ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ആ സമയത്തൊരു പൊട്ടലുണ്ട് അല്ലേ? ആ സമയത്ത് ഹൃദയത്തിൽ നിന്ന് പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു വേദന പുറത്തേക്ക് പൊട്ടി വരാറുണ്ട്. എന്നതുപോലെ മുത്തുനബിയുടെ വഫാത്തറിയാത്തവരാണ് ആ സദസ്സിലേക്ക് കയറി വന്നപ്പോ നബി തങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ അസ്സലാമു അലൈക യാ മുഹമ്മദ് എന്നൊരു മനുഷ്യന്റെ സലാം കേട്ടപ്പോ വഫാത്തിന്റെ വിവരമറിയാത്ത ഒരു പരദേശി ഈ സദസ്സിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുകയാണല്ലോ. രംഗമോർത്ത് കരയുന്നവർ പൊട്ടിക്കരഞ്ഞുപോയ സന്ദർഭം ഒരാൾ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അമാ അലിംത അന്നഹു ഖദ് മാത മുൻദു സലാസത അയ്യാം. 3 ദിവസം മുമ്പ് അവർ ലോകത്തോട് വിട പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതൊക്കെ കേട്ടപ്പോഴേക്ക് ഈ മനുഷ്യൻ തകർന്നുപോയി. ഈ മനുഷ്യൻ തളർന്നുപോയി. എന്റെ മാതാവ് എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗതി എനിക്ക് വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വാവിട്ട് കരയാൻ തുടങ്ങി. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള രംഗങ്ങൾ പറയാൻ പ്രയാസമാണ്. ഞാൻ സമയത്തിന്റെ ദൈർഘ്യം ഞാൻ ഭയന്നുകൊണ്ട് ഒറ്റ വാക്കിൽ പറയട്ടെ. ആ സദസ്സിൽ വെച്ച് അദ്ദേഹം ചോദിച്ചു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണ് അലി? അലിയാർ തങ്ങൾ മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയെ കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പഠിച്ചത് തൗറാത്തിൽ നിന്നാണ്. ആ തൗറാത്തിൽ നിന്ന് ഞാൻ വായിച്ചപ്പോ അതിൽ അലി എന്നുള്ള പേരുള്ള ഒരാളെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് മുത്തുനബിയെ പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യൻ നിങ്ങൾ തന്നെയാ. അതുകൊണ്ട് നബിയെക്കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വിശേഷണങ്ങൾ, അവിടുത്തെ മഹത്വങ്ങൾ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ സ്വദഖത യാ അലി, അലി നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യ, ഇതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പോൾ പറഞ്ഞത്, എന്നാൽ ഇതൊക്കെ ഞാൻ തൗറാത്തിൽ വായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് യഹൂദി പറയുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യം ഉടനെ പറഞ്ഞു, മുത്തുനബി ശരീരത്തിലിട്ട ഒരു ജുബ്ബ, ഒരു ഷർട്ട് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്കൊന്ന് ചുംബിക്കാമായിരുന്നല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ആളെ വിട്ടു. ബാപ്പ ധരിച്ച ആ കുപ്പായമൊന്ന് തരാൻ പറഞ്ഞു. മദീന പള്ളിയിൽ കൊണ്ടുവന്നു. ആ കുപ്പായമങ്ങ് യഹൂദിയാകുന്ന മനുഷ്യരുടെ ചുംബിക്കുകയാണ്. സുഗന്ധമാണ്, സ്വർഗത്തിന്റെ പരിമളമാണ്. ഇന്നുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത സുഗന്ധമാണ് ആസ്വദിക്കുന്നത്. മനസ്സിലേക്ക് ഈമാനങ്ങ് പ്രവേശിക്കുകയാ. ഉടനെ തന്നെ ആ യഹൂദിയാകുന്ന മനുഷ്യൻ ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ആ പരിശുദ്ധമായ ഖബറിന്റെ മുമ്പിലേക്ക്, മുത്തുനബിയുടെ ഖബറിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, ഇസ്ലാമിലേക്ക് കടന്നു. ഇയാൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് സമയം അധികമായോ? ഇപ്പോൾ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടേ ഉള്ളൂ. ഒന്നാമത്തെ ഷഹാദത്ത് കലിമയാണ്. രണ്ടാമത്തെ നിസ്കാരം. പക്ഷെ നിസ്കരിക്കുന്ന വാങ്ങെടുത്തിട്ട് വേണം. സമയമായിട്ടില്ല. ഇദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ.
ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ഉടനെ തന്നെ അവിടെ വെച്ച് ആ മഹാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ഇൻ ഖബിൽത ഇസ്ലാമി, ഞാൻ ഇസ്ലാമിലേക്ക് വന്നത് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് അല്ലാഹുവേ നീ കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ, ഫഖ്ബിദ് റൂഹി, എന്റെ റൂഹിനെ നീ പിടിക്കണം, ഈ നിമിഷം തന്നെ എന്റെ റൂഹിനെ പിടിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഖറ മയ്യിത, ആ മനുഷ്യൻ അവിടെ തന്നെ ലോകത്തോട് വിട പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ആണ് ആ ജനാസ കുളിപ്പിച്ചത്. ജന്നത്തുൽ ബഖീയിലാണ് ആ ജനാസ ഖബറടക്കം നടത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ആ മനുഷ്യൻ ഇന്ന് സ്വർഗത്തിലാണ്. നന്മയിലേക്ക് കടന്നു വരാൻ ഒരു സെക്കൻഡ്, തിന്മകളെ മാറ്റിവെക്കാൻ ഇന്ന് തയ്യാറുണ്ടെങ്കിൽ, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിൽ തട്ടിയിട്ട് ഈ സദസ്സിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ പറയുന്നതിൽ ഒന്ന്, നമ്മുടെ ഖൽബിനകത്തേക്ക് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ കൊണ്ടുവരണം. ആ നൂർ, അൻത നൂറുൻ ഫൗഖ നൂർ, എല്ലാ പ്രകാശത്തിന്റെയും മീതെയുള്ള ആ വെളിച്ചം, ആ വെളിച്ചം എന്റെ കൽബിലേക്ക് കൊണ്ടുവരണം. എന്റെ കൽബിൽ ആ വെളിച്ചമങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഏത് രോഗത്തിനും പരിഹാരം അത് തന്നെയാണ്. ഇവിടെ ആത്മാവിനെ സംസ്കരിക്കാനുള്ള, ആത്മാവിനെ ശുദ്ധിയാക്കാനുള്ള മരുന്നല്ലേ വേണ്ടത്. ഒരു മരുന്നും ഫലിക്കാതെ വരുമ്പോ ഇന്നത്തെ ചികിത്സാ രീതിയിൽ തന്നെ ലൈറ്റ് അടിക്കാവുന്ന സംവിധാനമുണ്ട് അല്ലേ? ഇന്നത്തെ ചികിത്സാ രീതിയിൽ അണുക്കളെ കരിച്ചു കളയാനാണ്. അണുക്കളെ കരിച്ചു കളയാ ലൈറ്റ് അടിച്ചിട്ട്. എന്നാൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അല്ലാഹുവിന്റെ ആ നൂറ് ഒരാളെ കൽബിലേക്കട്ട് വന്നാൽ കൽബിനകത്തുള്ള എല്ലാ ശിർക്കും കുഫറും കിബ്റും ബിദ്അത്തും നിഫാഖും എല്ലാ അണുക്കളും എല്ലാ മാലിന്യങ്ങളും കരിഞ്ഞങ്ങ് പോകും, എല്ലാം കരിഞ്ഞു പോകും. ഇന്ന് കൽബിലേക്ക് ആ ഒരു വെളിച്ചം വരാത്തതിന്റെ പേരിൽ വലിയ കിബ്റന്മാരായി ഇങ്ങനെ നടക്കുകയാണ്. ഒരു 4 അക്ഷരം അറബി വായിച്ച് അർത്ഥം വെക്കുമ്പോഴേക്ക് ഇയാളെ വലിയ കിബിറ്. 10 ആളുകൾ കൂടിയിട്ട് വെറുതെ ശൈഖുനാന്ന് പറഞ്ഞാൽ മതി, എന്നാ പിന്നെ ഇയാള് വലിയ ശൈഖുനല്ല അല്ലേ? സൈനുൽ ഉലമ 80 കൊല്ലം ജീവിച്ചിട്ട് ഒരാള് വാഴ്ത്തി പറഞ്ഞതിന്റെ പേരിൽ ആ മുഖത്തൊരു പുഞ്ചിരി വന്നിട്ടില്ല. ഒരാൾ പുകഴ്ത്തി പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് നെഞ്ച് നിവർത്തിയിരുന്നിട്ടില്ല. മഹാനാകുന്ന സൈനുൽ ഉലമ റഹിമഹുല്ലാഹ് എപ്പോഴെങ്കിലും അതിശക്തമായ നടത്തം നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഭൂമിയിലൂടെ ഭാരമേറിയ ചവിട്ടിയിട്ടില്ല, ഭൂമിയിൽ ഭാരമേറിയ ശബ്ദമുണ്ടാക്കിയിട്ടില്ല, ഭൂമിയിൽ ബഹളം വെച്ചിട്ടില്ല. വിനയാനിതനായി നടന്നല്ലോ. അല്ലാഹുവിന്റെ നൂറാണ് കൽബിലെത്തിയതെങ്കിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു വിതരണം ചെയ്യുന്ന പ്രകാശമില്ലേ, ആ നൂറ് കൽബിലെത്തിയാൽ താഴ്മയാണ്, വിനയമാണ്, ഇഖ്ലാസാണ്, തഖ്വയാണ്. അഹങ്കാരം പിന്നെ അടുത്തേക്ക് പോലും വരില്ല. കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മഹാനാകുന്ന ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് റഹിമഹുല്ലാഹ്. ഒരു കള്ളിത്തുണിയും ഒരു ബനിയനും ധരിച്ചുകൊണ്ട് തസ്ബീഹുമാല കയ്യിൽ പിടിച്ചിട്ട് ശൈഖുനങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ധാരാളം ആളുകൾ ഒന്നിച്ചു വരുന്ന ശബ്ദം, വാഹന വ്യൂഹങ്ങൾ, ഇതൊക്കെയാണ് കേൾക്കുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ കുറെ വാഹനങ്ങൾ, പോലീസുകാരുണ്ട്, നേതാക്കന്മാരുണ്ട്, പലരുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ ക്യാബിനറ്റ് റാങ്കിലേക്ക് ഒരാളെ മന്ത്രി പദവിയിലേക്ക് തെരഞ്ഞെടുത്തപ്പോ ആശീർവാദം വാങ്ങാൻ വേണ്ടി വന്നത്. ഒരു കേന്ദ്രമന്ത്രി കയറി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക സ്വഭാവമനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാരും പോലീസുകാരൊക്കെ ഉണ്ടാവും. അവരെല്ലാവരും വാതിലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് ഇരിക്കുന്ന കസേരക്ക് മുമ്പിലേക്ക് ഈ വിനയാന്വിതനായിക്കൊണ്ടൊരു മന്ത്രി കടന്നു വരിക. വിനയാന്വിതനായിക്കൊണ്ട് കടന്നു വരുന്ന മന്ത്രി ഇവിടെ മുഖത്തേക്കൊന്ന് നോക്കി.
അദ്ദേഹം സലാം പറഞ്ഞു. ശൈഖുനായുടെ കൈ പിടിച്ചുംബിച്ചു. ഞാൻ കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റെടുത്തിട്ടുണ്ട്, അവിടുത്തോട് ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. ദുആ ചെയ്തു കൊടുത്തു. മന്ത്രി വേഗം ഇറങ്ങി വാഹനങ്ങൾ തിരിച്ചുപോയി. അതേ സമയത്ത് ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മുതഅല്ലിമീങ്ങൾ തന്റെ മുമ്പിലേക്ക് ദർസിലേക്ക് ഒന്നിച്ച് പഠിക്കാൻ വേണ്ടി സബക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു സയ്യിദിനെ കാണുന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽ പിറന്ന തന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിലുള്ള ഒരു ചെറിയ കുട്ടിയെ, ഒരു സയ്യിദിനെ കാണുമ്പോൾ, ഉദാഹരണം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ, ശംസുൽ ഉലമയുടെ ശിഷ്യനാണ്. നീളം കുറഞ്ഞ മനുഷ്യനാ, വണ്ണം കുറഞ്ഞ മനുഷ്യനാ, 40 കൊല്ലം മുമ്പത്തെ അവസ്ഥയാണെങ്കിലോ പ്രായവും കുറഞ്ഞ മനുഷ്യനാ. ആ ചെറിയ കുട്ടി തന്റെ മുമ്പിലേക്ക് വരുമ്പോ ശംസുൽ ഉലമ റഹിമഹുല്ലാഹ് ഒറ്റ എഴുന്നേൽക്കല. അള്ളാന്റെ റസൂലിന്റെ കുട്ടി വന്നാൽ എഴുന്നേറ്റ് നിൽക്കുക. രാജ്യത്തിന്റെ ഭരണാധികാരി വരുമ്പോ ഒരു ആദരവും ഇവിടെ കാണുന്നില്ല. പണക്കാരെ കാണുമ്പോ ആദരവ് കാണുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കേണ്ട റബ്ബിന്റെ നൂറിന്റെ അദബ് കാണേണ്ടത്. ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് തല താഴ്ത്തി നടക്കുന്ന പ്രദേശം പഠിക്കണം. മദീനയുടെ അതിർത്തിയിലേക്ക് പ്രവേശിച്ചാൽ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അവിടുത്തെ തല പിന്നെ പൊങ്ങില്ല, തല താഴ്ത്തിയിട്ടാണ് നടക്കുക. ഖുതുബുസ്സമാൻ മുമ്പുറം തങ്ങൾ റഹിമഹുല്ലാഹ് അവിടുത്തെ ഹളറത്തിലേക്ക് സിയാറത്തിന് പോകുമ്പോ ചെരുപ്പ് വളരെ ദൂരത്ത് അഴിച്ചു വെച്ചിട്ട് കാലിൽ ചെരുപ്പില്ലാതെ നടന്നു പോകുന്ന ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് മഹാന്മാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ വിനയം കാണാം. അതേ സമയത്ത് അധികാരികളും അഹങ്കാരികളും അവരെ വഴിയിലൂടെ പോകട്ടെ, അവിടെ ഒന്നും ശൈഖുന ഒന്നും ചെയ്യാറില്ല. ഈ ഒരു വിനയത്തിലേക്ക് ഒരു മനുഷ്യന് വരാൻ കഴിയൂ. അത് എപ്പോഴാണ് വരാൻ കഴിയുക? കൽബിനകത്ത് കിബറില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നൂർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയുടെ വെളിച്ചം കൽബിലേക്ക് വരണം. ഇന്ന് വരാത്തത് അതുമാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സദസ്സിൽ നിന്ന് ആ ഒരു ചിന്ത കൽബിലേക്ക് വരണം എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഞാൻ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ലാതെ ഒന്നുമേ ചെയ്യുകയില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ സദസ്സിൽ നിങ്ങൾ വന്നിരുന്നതിന് പ്രതിഫലം റബ്ബ് തരണമെങ്കിൽ, ഈ സദസ്സിൽ 10 മിനിറ്റ് ഞാൻ സംസാരിക്കുമ്പോ അതിന് എന്റെ റബ്ബിക്ക് പ്രതിഫലം തരണം എന്നുണ്ടെങ്കിൽ എന്റെ സംസാരത്തിന്റെ ലക്ഷ്യമെന്തായിരിക്കണം? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ തൃപ്തിപ്പെടുത്തണം എന്നതാവണം. നിങ്ങളുടെ ഇരുത്തത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? നാട്ടിലെ പരിപാടി വിജയിപ്പിക്കലല്ല, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലായിരിക്കണം. എങ്ങനെയാണ് പാത്തൂരിലേക്ക് വഴുതിന് പോകുമ്പോ ഒരു തലപ്പാവ് ധരിക്കാതിരിക്കുക എന്ന് വെച്ചാണ് ഞാൻ തലപ്പാവ് ധരിച്ചതെങ്കിൽ എന്റെ റബ്ബിൽ നിന്ന് എനിക്കൊന്നും ലഭിക്കാനില്ല. അതേസമയത്ത് റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാ ഈ തല മറച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയാണെങ്കിലോ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കാനുണ്ട്. പറയുന്നത് ശ്രദ്ധിച്ചോ. ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി, എന്റെ എല്ലാം 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 ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാ, വേറെ ഒരാൾക്കും വേണ്ടി അല്ല എന്ന ചിന്ത എന്റെ കൽബിൽ വരണമെങ്കിൽ കൽബിൽ നിന്ന് പിശാചി ഇറങ്ങണം, കൽബിൽ നിന്ന് ശൈത്വാനിയത്ത് ഇറങ്ങണം, കൽബിൽ നിന്ന് അഹങ്കാരം ഒഴിയണം, കൽബിൽ നിന്ന് കാപ്പട്യമില്ലാതെയാവണം, കൽബിൽ നിന്ന് എല്ലാം ഇറക്കി വെച്ചിട്ട് അവിടേക്ക് നന്മയെ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ എല്ലാ തിന്മകളെയും കരിച്ചു കളയേണ്ട വെളിച്ചമാണ് കൽബിലേക്ക് വരേണ്ടത്. അതാണ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ഈ ലോകത്തോട് വിട പറയുമ്പോ ചൊല്ലുന്നത് എന്താ? ശ്രദ്ധിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കോടാനുകോടി മലായികത്തിന് ഇഷ്ടമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലക്ഷക്കണക്കിന് അമ്പിയാക്കൾക്ക് ഇഷ്ടമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ അഫ്ളലായ കലിമത്തില്ല. ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ ആഖിറത്തിലേക്ക് പ്രവേശിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണോ?
കൽബിലേക്ക് വെളിച്ചമെത്തണം. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഖാലിഖാകുന്ന റബ്ബ് ഇവിടെ വിതരണം ചെയ്യുന്ന വെളിച്ചം, ആ വെളിച്ചം കൽബിലേക്ക് അങ്ങ് എത്തിയാൽ പിന്നെ റബ്ബിന് വേണ്ടി മാത്രമാണല്ലോ. അവരല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഖാദിമീങ്ങള്, അവരല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടുന്നവർ, അവരല്ലേ ലോകത്തോട് വിട പറയുമ്പോ അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചൊല്ലാൻ അല്ലാഹു അല്ലാതെ വേറെ ഒന്നും എന്റെ ഖൽബിലില്ല എന്ന് പറയാൻ ആവശ്യമുള്ള വെളിച്ചത്തെ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരണം. ഇനി വേണമെങ്കിൽ ഒന്ന് പതുക്കെ ചൊല്ലി നോക്ക്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാട്ടിന്റെ അർത്ഥം മനസ്സിലായോ? മാഫി ഖൽബി ഗൈറുല്ലാഹ്, എന്റെ കൽബിൽ അല്ലാതെ വേറൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ തേടി നമ്മൾ പോവാം. മന്ത്രിമാരെ കാണാൻ, മുതലാളിമാരെ കാണാൻ, അല്ലേ, രാഷ്ട്രീയക്കാരെ കാണാൻ, ബിസിനസ്സുകാരെ കാണാൻ, കളിക്കാരെ കാണാൻ, എല്ലാരെ കാണാൻ നമ്മൾ പോകുക. അള്ളാനെ കാണാൻ ഇതുവരെ പോകുന്നില്ല. അള്ള മാത്രം മതി എന്ന ചിന്ത വേണോ? മാഫി ഖൽബി ഗൈറുല്ലാഹ് എന്ന അവസ്ഥ വരണോ? എങ്കിൽ എന്തു വരണം? നൂർ മുഹമ്മദ് സല്ലല്ലാഹ്, അവർക്ക് മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അദബിൽ നിൽക്കാൻ കഴിയും. അല്ലാഹയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലതും റോട്ടിൽ തള്ളടോ. അല്ലാഹയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉള്ളതിനെ നാം അന്വേഷിച്ചു പോകുന്നില്ല, അല്ലാത്തതിലേക്കാണ് നമ്മുടെ സഞ്ചാരം. അതുകൊണ്ട് ഇത് വെള്ളതുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല, ഇതിന്റെ വേണ്ട ചികിത്സ കൽബിലേക്ക് വെളിച്ചമെത്തലാണ്. ഇനി ശ്രദ്ധിക്കണം, എങ്ങനെയാണ് വെളിച്ചമെത്തുക? അവസാനിപ്പിക്കണം. എങ്ങനെയാണ് വെളിച്ചമെത്തുക? കൽബിലേക്ക് വെളിച്ചമെത്തൽ എങ്ങനെയാണ്? മനസ്സിന്റെ ഖിബില. ശ്രദ്ധിക്കുക, ഹൃദയം എവിടേക്കാണ് തിരിച്ചു വെക്കേണ്ടത്? ഹൃദയം എവിടേക്കാ തിരിച്ചു വെക്കേണ്ടത്? ഹൃദയത്തിന്റെ ഖിബില ഏതാണ്? ശരീരത്തിന്റെ ഖിബില കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ കഅബയാ. കറുത്ത കുപ്പായമിട്ട് കിടക്കുന്ന ഖിബിലയാണ്, കഅബയാണ്. ലോകം മുഴുക്കെ തിരിഞ്ഞു നിൽക്കുന്നത് കഅബയിലേക്കാ. അത് ശരീരത്തിന്റെ ഖിബിലയാ. ജീവിതകാലത്തിന്റെ ഇബാദത്തുകൾക്കൊക്കെ നീ തെരഞ്ഞെടുക്കേണ്ടത് അങ്ങോട്ടേക്ക് തിരിഞ്ഞുകൊണ്ട് തന്നെയാ. മരിച്ചു കഴിഞ്ഞാലും നിന്നെ കൊണ്ടുപോയി കിടത്തേണ്ടത് അത് ഖിബിലയിലേക്ക് തിരിച്ചുകൊണ്ട് തന്നെയാ. അതേ സമയത്ത് ശരീരത്തെ നീ കഅബയിലേക്ക് തിരിച്ചു വെച്ചോ, മനസ്സിനെ തിരിച്ചു വെക്കേണ്ടത് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. ഖൽബ് മദീനയിലേക്കാ തിരിയേണ്ടത്, മനസ്സിന്റെ ഖിബില. ശൈഖ് റിഫാഴി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറഞ്ഞില്ലേ, അന്ത വസീലതി വഖിബലതി യാ റസൂലല്ലാഹ്. തങ്ങളെ, എന്റെ ഖൽബിന്റെ ഖിബില നിങ്ങൾ തന്നെയാ. മനസ്സിലെപ്പോഴും മുത്തുനബി വരണം. വിശാലമായി പറയാതെ ഒറ്റ വാക്കിൽ ഞാൻ ആ കാര്യം പറയുന്നു. അള്ളാന്റെ റസൂലിനെ ഖൽബിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വലാത്തുകൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഈ സദസ്സ് ടിപ്പു സുൽത്താൻ റഹിമഹുള്ളയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ എന്റെ അനുജന്മാർ, സ്നേഹനിധികളാകുന്ന എന്റെ സ്നേഹിതന്മാർ, ഇന്നത്തെ ഈ സദസ്സോടുകൂടി അള്ളാഹുവിന്റെ ഹബീബുമായിട്ട് ഒരു ഹൃദയബന്ധം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. 10 മിനിറ്റ് ഒഴിവ് കിട്ടിയാൽ സ്വലാത്ത് ചൊല്ലണം. ഒരു സ്വലാത്ത് ചൊല്ലാൻ അവസരം കിട്ടിയാൽ ഒന്ന് ചൊല്ലണം. ഒരു ദിവസം 100, 200, 300, 500 കണക്കില്ല, കഴിയുന്ന അത്ര ചൊല്ലിക്കും.
ഇന്നു മുതൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയെ നിങ്ങൾക്ക് കാണാം. എത്ര കാലമാണോ ജീവിക്കുന്നത്, ആ ജീവിക്കുന്ന കാലം മുഴുവനും സന്തോഷമുള്ള ജീവിതമായിരിക്കും. ഏതു സമയത്താണോ മരിക്കുന്നത്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ലോകത്തോട് വിട പറയാം. ശരിക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട. നാട്ടുകാര് കൂടിയിട്ട് നിന്റെ ഖബറിലേക്ക് നിന്റെ ജനാസ എടുത്തിട്ട് വെക്കുന്ന സമയമുണ്ടല്ലോ, അള്ളാന്റെ റസൂല് താങ്ങിയെടുത്തിട്ട് ഖബറിൽ മുത്തുനബിയുടെ കൈ കൊണ്ട് ആ ജനാസ അവിടെ വെക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വലാത്ത് അധികരിപ്പിക്കും. ഇന്നത്തെ ദിവസം മുതൽ, ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നിപ്പോ ദിവസം ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച മദീനയിലായിരുന്നു. മസ്ജിദ് സ്വലാത്ത് എന്നൊരു പള്ളി കണ്ടു. മസ്ജിദ് സ്വലാത്ത്, സ്വലാത്ത് പള്ളി. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു. സ്വഹാബത്ത് ഒന്നിച്ചുണ്ട്, ധാരാളം സ്വഹാബികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ വെച്ചിങ്ങനെ അവർക്ക് നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സുജൂദിലേക്ക് കടന്നു. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, സുജൂദ് തന്നെ, നീണ്ട സുജൂദ്. പടച്ചവനെ, മുത്തുനബിക്ക് വല്ലതും സംഭവിച്ചു പോയോ എന്നുവരെ സ്വഹാബത്ത് ധരിച്ചു പോയ സുജൂദ്. കുറെ സമയങ്ങൾക്ക് ശേഷം ആ സുജൂദിൽ നിന്നും എഴുന്നേൽക്കുമ്പോ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. വിതുമ്പിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷത്തിന്റെ വിതുമ്പല, ശുക്രിന്റെ സുജൂദാണല്ലോ ചെയ്തത്, നന്ദിയുടെ സുജൂദാണല്ലോ ചെയ്തത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ടൊരു ആയത്തങ്ങ് ഓതിക്കേൾപ്പിച്ചപ്പോ സുജൂദ് ചെയ്തതാ. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ സ്വലാത്തിന്റെ ആയത്തങ്ങ് ഇറങ്ങിയപ്പോ അള്ളാന്റെ റസൂല് അവിടെ ശുക്രിന്റെ സുജൂദ് ചെയ്തു. ആ പള്ളിക്ക് ഇന്ന് സ്വലാത്ത്, മസ്ജിദ് സ്വലാത്ത് എന്ന് തന്നെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയത് ഈ പള്ളിയിലാണ്. ആലോചിക്ക, ഒരു സ്വലാത്ത്, കളവല്ലല്ലോ ഈ പറയുന്നത്, ശ്രദ്ധിച്ചോ. ഒരു സ്വലാത്ത് അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഞാൻ ചൊല്ലിയാൽ അള്ളാഹു എന്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലും. ഇത് രാഷ്ട്രീയക്കാരന്റെ വാഗ്ദാനമല്ല. ഇത് ഇന്നഹു ലാ യുഖ്ലിഫുൽ മിആദ്, വാക്ക് പാലിക്കുന്ന റബ്ബാണ്, കരാറ് ലംഘിക്കാത്ത റബ്ബാണ്. ഭൗതിക ലോകത്തുള്ള ഒരാള് നിനക്ക് ഇന്നത് തരാമെന്നല്ല പറഞ്ഞത്. ഖാലിഖാകുന്ന റബ്ബ് ഒരു സ്വലാത്ത് ഞാൻ മുത്തുനബിയുടെ പേരിൽ ചൊല്ലിയാൽ 10 സ്വലാത്ത് എന്റെ മേലിൽ ചൊല്ലും. എന്താ എന്റെ മേലിൽ സ്വലാത്തില്ല എന്ന് പറഞ്ഞാൽ? ഞാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയുമ്പോ അല്ലാഹു സല്ലല്ലാഹു അലാ ഹസൻ എന്ന് പറയും. എന്താ സ്വലാത്ത്? അല്ലാഹു എന്റെ മേൽ 10 നിഅമത്തിനെ ചൊരിച്ചു തരും, 10 അനുഗ്രഹങ്ങൾ എനിക്ക് അല്ലാഹു പ്രത്യേകമായി തരും. 100 സ്വലാത്ത് മുത്തുനബിക്ക് ഞാൻ ചൊല്ലിയാൽ, ഒരു ദിവസത്തിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 നിഅമത്ത് അല്ലാഹു എനിക്ക് തരും. എന്റെ ജീവിതത്തിൽ നിന്ന് 1000 ദുരിതങ്ങൾ, ദുരന്തങ്ങൾ അല്ലാഹു മാറ്റിവെക്കും, ഒരു സംശയവുമില്ല. ആർക്കാണ് ഈ ക്യാൻസർ വരാൻ പോകുന്നത്? നമുക്കറിയൂല. ആർക്കാ ട്യൂമർ വരാൻ പോകുന്നത്? അറിയൂല. ചെറുപ്പക്കാർ, നിങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ടിപ്പു സുൽത്താൻ റഹിമഹുല്ല, ആ മഹാന്റെ പേരില ഒരുമിച്ച് കൂടിയത്. ശംസുൽ ഉലമായി റഹിമഹുല്ലയുടെ പേരില ഈ മജ്ലിസ് ഉള്ളത്. സൈനുൽ ഉലമയെ സ്മരിക്കുന്ന വേദിയാണിത്. ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, ഈ സെക്കൻഡ് വരെയുള്ള ജീവിതം അത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇനിയുള്ള ജീവിതം സ്വലാത്തുള്ള ജീവിതമായിരിക്കണം, സ്നേഹമുള്ള ജീവിതമായിരിക്കണം, കാപ്പട്യമില്ലാത്ത ജീവിതമായിരിക്കണം, കളങ്കമില്ലാത്ത ജീവിതമായിരിക്കണം. ദുനിയാവിന്റെ കൂടെ ഓടല്ല. ദുനിയാവിന്റെ ചില വേഷങ്ങളുണ്ട്, ആ വേഷം നമുക്ക് വേണ്ട.
ദുനിയാവിന്റെ ചില ശീലങ്ങളുണ്ട്, ആ ശീലം നമുക്ക് വേണ്ട. ദുനിയാവിന്റെ ചില പ്രകടനങ്ങളും അഭിനയങ്ങളുമുണ്ട്, അതൊന്നും ഇനി നമുക്ക് വേണ്ട. ഒരു പക്ഷേ ഒരു ദിവസമായിരിക്കും ഇനി നമ്മുടെ ആയുസ്. അല്ലാഹു ആരെയാണ് എപ്പോഴാ കൊണ്ടുപോകുന്നത്? ആലപ്പുഴയിൽ ഇപ്പൊ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുആഇന്റെ സദസ്സ് കഴിഞ്ഞ മാസം ആലപ്പുഴയിൽ നടന്നു അല്ലേ? സംബന്ധിച്ചവരെ കൂട്ടത്ത് കുറയല്ലേ? അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. എത്ര ലക്ഷം ആളുകൾ ഒന്നിച്ച് ആമീൻ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇതിനെ കേൾക്കാതിരിക്കാൻ കഴിയും. എന്തൊരു ദുആഇന്റെ മജ്‌ലിസായിരുന്നു. ആ ഒരു സമ്മേളനത്തിലേക്ക് പോകാൻ വേണ്ടി തൃശൂർ ജില്ലയിൽ ഒരു മഹല്ലത്തിൽ നിന്ന് 2 ബസ് ഏൽപ്പിച്ചു. ശ്രദ്ധിച്ചു. ആ 2 ബസ്സിൽ നിറയെ ആളുകൾ സമ്മേളനത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. ബസ് ഏൽപ്പിക്കാനും പോകുന്ന ആളുകളെ പേരുകൾ എഴുതാനും എല്ലാറ്റിനും ഒരു കോർഡിനേറ്ററായിക്കൊണ്ട് ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ മനസ്സിനകത്തുള്ള സന്തോഷം നാട്ടുകാരിലെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്കാരോട് പറഞ്ഞു, നമുക്ക് ഇൻഷാ അല്ലാഹ് ആലപ്പുഴയിലെ ആ വലിയ സദസ്സിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ മഹല്ലത്തിലെ പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയിട്ട് എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്യാം. അങ്ങനെ മഹല്ലത്തിലെ മുഅ്മിനീങ്ങളെ ഖബർ സിയാറത്ത് ചെയ്തിട്ട് വേണം നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ. ഒരു നല്ല അഭിപ്രായം. എല്ലാവരും അൽഹംദുലില്ലാഹ് തീരുമാനിച്ചു. പിറ്റേ ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വിളങ്ങു മരിച്ചു. ആ നാട്ടുകാർ ആലപ്പുഴയിലെ സമ്മേളനത്തിലേക്ക് വന്നത് ഈ ചെറുപ്പക്കാരൻ അടക്കമുള്ള ആളുകളുടെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ്. നമ്മൾ ആലോചിക്കണം. ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് മരിക്കുമെന്ന ചിന്ത വേണം. അതുകൊണ്ട് ഇനി ഒരു ദിവസം എത്രയോ നമ്മൾ ഫോണിൽ സംസാരിക്കണം. മൊബൈൽ കമ്പനികൾ ഓഫറുകൾ തരാം, ഇഷ്ടം പോലെ സംസാരിച്ചോളുന്നതാണ്. അവരെന്താ തിരിച്ചു തരാം? അവർ നമുക്ക് പാട്ട് കേൾക്കാൻ സംവിധാനം ഒരുക്കി തരാം അല്ലേ? ഏത് പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? ഒരു ഫോൺ കമ്പനി വിളിച്ച് ചോദിക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് അവർ ഓഫർ തന്നിട്ട് കുറഞ്ഞ പൈസക്ക് കുറെ സംസാരിക്കാൻ പറയാം. സംസാരിച്ചിട്ട് എന്താ കാര്യം? ആവശ്യമുള്ളത് മാത്രം സംസാരിച്ച് ബാക്കിയുള്ള സമയം സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. മദീനയിലേക്ക് ഇങ്ങനെ മനസ്സുകൊണ്ടുപോകാം. നിങ്ങൾക്കിപ്പോ ആലോചിച്ചാൽ അല്ലേ, മംഗലാപുരം, കാസർഗോഡ്, ഓരോ പട്ടണങ്ങളൊക്കെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരില്ലേ? ഒന്ന് കണ്ണു ചിമ്മിയിട്ട് മദീന ആലോചിച്ചു. എന്നിട്ട് മദീനയിലേക്ക് ഇങ്ങനെ മനസ്സ് തിരിച്ചു വെച്ചിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്ത് ഇങ്ങനെ ധാരാളം ചൊല്ലുക. 10 സ്വലാത്ത് ചൊല്ലിയാൽ 100 നിഅമത്ത് നിനക്ക് റബ്ബ് തരും. നിനക്ക് വരാനുള്ള മുസീബത്ത്, ശർറ്, ആഫത്ത്, ബലാഅ്, ഫിത്ന, ഫസാദ് 100 അല്ലാഹു നിന്നിൽ നിന്ന് മാറ്റി നിർത്തും. ഇതുറപ്പാണ്. അങ്ങനെ ആകുന്നത്ര നിഅമത്തുകൾ കിട്ടാൻ വേണ്ടി, മുസീബത്തുകൾ നീങ്ങി കിട്ടാൻ വേണ്ടി മദീനയിലേക്ക് മനസ്സ് തിരിച്ച് സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലുമ്പോ ആ മദീനയിൽ നിന്നതാ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വെളിച്ചം. ആ വെളിച്ചമാണ് ആരിഫീങ്ങളെ കൽബിലെത്തിയത്. ആ വെളിച്ചമാണ് സ്വാലിഹീങ്ങളെ കൽബിലെത്തിയത്. അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, കൽബിലേക്ക് വെളിച്ചമെത്തണം. രണ്ടാമത്തത്, ആ കൽബിൽ അള്ളാന്റെ റസൂല് നിറഞ്ഞു നിൽക്കണം. അതിന് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഒറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാ. ഈ സദസ്സിൽ വെച്ച് മഹാനാകുന്ന തങ്ങളുടെ നേതൃത്വത്തില് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ യാത്ര ചെയ്താലേ നാട്ടിലേക്ക് എത്തും. ഞാൻ പെട്ടെന്നൊരു ചെറിയ തിരക്കിൽ ചാടിപ്പോയതാണ്. പിന്നെ അസ്ഹരിയോട് ഞാൻ നേരത്തെ 2-3 മാസം മുമ്പ് അവർ വിളിച്ചിട്ട് ലൈറ്റ് വാങ്ങിയതാണ്. വരൂലെന്ന് പറയാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. ഒരാഴ്ച മുമ്പ് ഞാനിന്ന് മദീനത്ത് പോകാൻ വേണ്ടി നിയ്യത്ത് ചെയ്തു. പോകുന്നതിന് 3 ദിവസം മുമ്പായിട്ട് എൻ്റെ മോൾക്കൊരു വിവാഹം ശരിയായി. അപ്പൊ അത് നിശ്ചയിച്ച് ഞാൻ വേഗം ഉംറക്ക് പോയി. മിനിയാന്ന് തിരിച്ചെത്തി. ഈ വരുന്ന വെള്ളിയാഴ്ച നിക്കാഹാണ്. അതിനിടയിൽ ബാപ്പ നിലക്ക് ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ തീരെ ഒഴിവുണ്ടായിട്ടല്ല, പക്ഷെ വരെ നിർബന്ധമായിട്ട്. അപ്പൊ രാവിലെ മുതൽ ഇതുവരെ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇനി രാവിലെ വരെ യാത്ര ചെയ്ത് അവിടെ എത്തണം.
അപ്പൊ ഞാൻ നീട്ടിക്കൊണ്ടുപോകല്ല. ഈ സദസ്സിൽ നിന്ന് 2 കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർത്തല്ലോ. ഇത് ഏറ്റെടുക്കണം, ഇത് ശ്രദ്ധിക്കണം. ഇത് ആഖിറത്തിലേക്ക്, ദുന്യാവിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കി, പുരുഷന്മാരൊന്ന് എഴുന്നേറ്റ് നിൽക്കി. ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ തന്നെ പോയിരിക്കാം. എന്നിട്ട് തങ്ങൾ ദുആ ചെയ്യും. വരി, അടുത്തേക്ക് വരും, എല്ലാവരും അടുത്തേക്ക് വരും, എല്ലാവരും അടുത്തേക്ക് വരും. ഒറ്റൊന്ന്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചു. ഞാൻ നല്ലവനാണ് എന്നുള്ളത് ഞാൻ പറയുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമല്ല. ലോകത്ത് ഒരു നല്ല മനുഷ്യനും അങ്ങനെ പറയാൻ ആഗ്രഹിക്കാറില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആരാണ് ദോഷി എന്ന് ചോദിച്ചപ്പോ, ഞാൻ തെറ്റുകാരനല്ല എന്ന് ആരാണ് പറയുന്നത്? അവരാണല്ലോ. ചെയ്തു പോയ തെറ്റുകൾ എത്രയാണ്? ചെയ്തു പോയ തെറ്റുകൾ എത്രയാണ്? ലക്ഷക്കണക്കിന് തെറ്റുകൾ. ഒരു ബുദ്ധി കുറച്ച് കുറഞ്ഞ ഒരു സാധാരണ ഒരു സാധുവായ മനുഷ്യനെ കണ്ടപ്പോ നമ്മൾ തമാശയാക്കി ചിരിച്ചിട്ടുണ്ടാവും. മുമ്പ് പക്ഷെ അതവിടെ തെറ്റായി കിടക്കണം. പുറത്തുനിന്നിട്ടില്ല. നമുക്ക് നിസ്സാരമായി തോന്നിയാലും വഹുവ ഇൻദല്ലാഹി അദീം. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ലക്ഷ്യത്തിടത്തോളം പറയലാണ്. അടിമ ഒന്ന് എഴുന്നേറ്റ്, അല്ലാഹുവേ എനിക്ക് ഇഷ്ടമാണ്, ഇനമില്ലാത്തതിലേക്ക് ഞാനില്ല, എന്റെ നിറമില്ലാത്തത് കാണൂല, നീ തന്ന ഹൃദയം കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള രാത്രികളിൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇവിടെ വേണം തുടങ്ങാൻ അല്പം വൈകിട്ട് ഖളാക്കും. നിങ്ങളാക്കുന്ന മനുഷ്യന്മാരില്ലാന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്കൊരു കേൾക്കാൻ രസമുണ്ടാവും, പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഖളാ ആക്കുന്നവരുടെ പേടിക്കണം. ഇനിയുള്ള കാലം നിസ്കാരം ഖളാ ആക്കുന്നവർക്ക് ക്യാൻസർ വരും. ഇനിയുള്ള കാലം അങ്ങനെയാണ്. ശരീരമാകെ വ്രണമാകും നിസ്കാരം ഖളാ ആക്കുന്നവർക്ക്. സ്വന്തം ഭാര്യ പോലും വെറുത്തിട്ട് മരിച്ചു കിട്ടിയാൽ മതി എന്ന് കരുതും നിസ്കാരം ഖളാ ആക്കുന്നവർക്ക്. ലഹരി ഉപയോഗിക്കുന്നവർക്ക് നന്നായി ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സുബഹി എന്തായാലും ഖളാ ആക്കാൻ പാടില്ല. ഒന്ന് നേരത്തെ കിടന്നുറങ്ങിക്കും, എന്നാലും സുബഹിക്ക് എഴുന്നേൽക്കും. കഴിയുമെങ്കിൽ ഒരല്പം മുമ്പ് എഴുന്നേൽക്കാൻ എന്നോട് ഞാൻ ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നൂറ് എന്റെ ഖൽബിലേക്ക് വരണമെന്നും ദോഷങ്ങൾ ചെയ്യുകയില്ല ആ ഒരു ചിന്തയോടെ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. തങ്ങൾ പാപ ദുആയിലേക്ക് പ്രവേശിക്കോ ഇല്ലല്ലോ? ഇൻഷാ അല്ലാഹ് നല്ലതാണ്.